പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കഴിഞ്ഞ 22 ദിവസക്കാലമാണ് തെരഞ്ഞെടുപ്പിനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ 22 ദിവസക്കാലം കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് കേവലം 2-3 ദിവസക്കാലം കൊണ്ട് തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി, എൻ്റെ പാർട്ടി നേതൃത്വം, നാദാപുരം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടാണ് എന്നെ നിയോഗിച്ചത്. പക്ഷേ സ്ഥാനാർത്ഥിയായ ആ പ്രഖ്യാപനം വന്നതിന് ശേഷം നാദാപുരത്തെ ജനങ്ങൾ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഏറ്റെടുത്തു എന്നത് ഏറ്റവും സന്തോഷകരമാണ്. പ്രത്യേകിച്ച് രാത്രികളിലും വൈകിയും ഒക്കെയുള്ള ക്യാമ്പയിനിങ്ങിലും പ്രായഭേദമന്യേ അമ്മമാരും ഉമ്മമാരും കൈക്കുഞ്ഞുങ്ങളുമായി സ്ഥാനാർത്ഥിയെയും ഈ തെരഞ്ഞെടുപ്പിനെയും ആശീർവദിക്കാൻ കടന്നു വരികയാണ്. എന്തായാലും ഇത് വലിയൊരു ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ്, അനുഭവമാണ്. ഈ നാട് നൽകുന്ന പിന്തുണയ്ക്കും സ്നേഹത്തിനും ഈ നാടിനോടും ഇവിടുത്തെ ജനങ്ങളോടും അത്രമേൽ കടപ്പെട്ടിരിക്കുന്നുവെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 59 വർഷക്കാലം നാദാപുരം ഒരേ മുന്നണിയിലെ ഒരേ പാർട്ടി ഇവിടെ നിന്ന് MLA-മാരായി കടന്നുപോയിട്ടുണ്ട്. ആ MLA-മാരിൽ നിന്ന് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ച നേതാക്കളും കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പരിഗണനയും ഗുണവും ഈ നാദാപുരത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് മറുപടി. ഇപ്പം ബഹുമാനപ്പെട്ട സൂബിക്ക ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയെ കുറിച്ച് സംസാരിച്ചു. പോകുന്ന വഴികളിലെല്ലാം വീടുകളിൽ കയറുമ്പോൾ ഇവിടെ ആശുപത്രിയിലേക്ക് കടന്നു പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് അമ്മമാരും അവിടുത്തെ ആളുകളും പറയുന്ന വാക്കുകൾ കേൾക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ നാദാപുരത്ത് ഏറ്റവും മികച്ച വിദ്യാർത്ഥിനികളുള്ള ഇടമാണ് നാദാപുരം. +2-ന് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങി 100% മാർക്ക് വാങ്ങി ജയിക്കുന്ന കുട്ടിയും ഇന്ന് +2 കഴിഞ്ഞ് നാട് വിട്ടു പോകുന്ന അവസ്ഥയാണ്. നിങ്ങൾ ഡൽഹി സർവകലാശാലയും അല്ലെങ്കിൽ മറ്റ് സർവകലാശാലകൾ HTU ആണെങ്കിലും JNU ആണെങ്കിലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ജാമിയ മിലിയയിലൊക്കെ നിങ്ങൾ പോയാൽ നമുക്ക് ഏതെങ്കിലും നാദാപുരത്തെ കുട്ടികളെ കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാറില്ല. അവരൊക്കെ ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ പഠിക്കാനുള്ള ഹയർ സ്റ്റഡീസിന് ഇവിടെ അവസരമില്ലാത്തത് കൊണ്ട് നാട് വിട്ടു പോകേണ്ടി വരുന്ന ആളുകളാണ്. 2013-ലാണ് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ശ്രീ അബ്ദുറബ്ബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ 33 ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ ഈ സംസ്ഥാനത്തിന് അനുവദിച്ചു. അതിൽ ബഹുഭൂരിപക്ഷം വന്ന് നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. അതിലൊന്നാണ് നാദാപുരം ഗവൺമെന്റ് കോളേജ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആ നാദാപുരം ഗവൺമെന്റ് കോളേജിന് 2 ഏക്കർ ഭൂമി സൗജന്യമായി കൊടുക്കാൻ നാട് തീരുമാനിക്കുന്നത് ഈ നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് എന്താ പറയുക, ആക്കം കൂടണം എന്നുള്ളത് കൊണ്ടാണ്. ബാക്കി 2.5 ഏക്കർ എല്ലാവരും ചേർന്ന് പണം കൊടുത്ത് വാങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോഴും ആ നാദാപുരം ഗവൺമെന്റ് കോളേജ് ഒരു മികവിന്റെ കേന്ദ്രമാക്കേണ്ട സ്ഥാപനമാണ്. ഞാൻ പറയുന്നത് സെന്റർ ഓഫ് എക്സലൻസി ആക്കാനുള്ള ഇടമാണ് നമ്മളുടെ ഗവൺമെന്റ് കോളേജ്. പക്ഷെ ഒന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ദുരിതവും ബുദ്ധിമുട്ടുകളുമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലും സമാനമായ അവസ്ഥയാണ്. കാർഷിക രംഗം നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിളകളിൽ, നാളികേര വിളകളിൽ ഒന്നായിട്ടുള്ള കുറ്റ്യാടിത്തേങ്ങ മരുതോങ്കരയിലും കാവിലുംപാറയിലും കായക്കൊടിയിലുമായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഇന്നലകളിൽ വ്യാപിച്ചിരുന്ന കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു, ഒരു കൃഷിയായിരുന്നു. പക്ഷെ ഇന്ന് ആരാണ് നാളികേര കൃഷിയിലേക്ക് പോകുന്നത്? ആ കർഷകരോടുള്ള ഭരണകൂടത്തിന്റെ അവഗണന കൊണ്ട് നാളികേര കർഷകർ അത് കൃഷി തന്നെ അവസാനിപ്പിക്കുന്ന അവസ്ഥയാണ്. ഇനി നാളികേര കൃഷിയല്ലാത്ത മറ്റ് കാർഷിക ഇനങ്ങൾ നോക്ക്, എന്തെങ്കിലും ഒന്ന് വെച്ച് പിടിപ്പിച്ച് വരുമ്പോഴേക്ക് വന്യജീവി ശല്യം കൊണ്ട് കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതൊക്കെ ഈ നാട്ടിലെ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ. ഏതാണ്ട് 10 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്ത് മലയോര മേഖലകളാൽ സമ്പന്നമാണ്, കർഷകരാൽ സമ്പന്നമാണ്. ആ ഇടങ്ങളിൽ കർഷകരോടുള്ള അവഗണന കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി തുടരുകയാണ്. ഒരു ഭാഗത്ത് ആരോഗ്യരംഗം, മറുഭാഗത്ത് വിദ്യാഭ്യാസ രംഗം, ഒരു ഭാഗത്ത് കാർഷിക രംഗം, ടൂറിസം സാധ്യതകൾ. ഇപ്പൊ ജാനകിക്കാടിന്റെ മനോഹരമായ സാഹചര്യം ഉൾപ്പെടെ ഈ നാദാപുരത്തെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒട്ടനവധി ടൂറിസം ഇടങ്ങളുണ്ട്. വിലങ്ങാട് അടക്കം ഉള്ള ഇടങ്ങളാണ്. പക്ഷേ അതൊന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാനോ നാദാപുരത്തെ അടയാളപ്പെടുത്താനോ സാധിച്ചില്ല. ടൂറിസം മേഖലയിൽ നമ്മൾ സമ്പൂർണ്ണ പരാജയമായിട്ടില്ലേ? നിങ്ങളെ കേരളത്തിലെ പ്രവാസികളെ സംബന്ധിച്ച് നമ്മളുടെ കേരളത്തിന്റെ ഖജനാവിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അതിനിർണായകമായ പങ്കുവഹിക്കുന്ന ആളുകളാണ് പ്രവാസി സഹോദരങ്ങൾ. കേരളത്തിലെ പ്രവാസി സഹോദരങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളുള്ള സ്ഥലമാണ് നമ്മളുടെ നാദാപുരം. ആ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി കഴിഞ്ഞ 59 കൊല്ലം ഇവിടെ നിന്ന് മന്ത്രിമാരായും നേതാക്കളായും കടന്നുപോയ ആരെങ്കിലും ശബ്ദമുയർത്തിയതായിട്ട് നമ്മൾക്കറിയില്ല. പ്രവാസികളോടുള്ള അവഗണന ഈ നാട്ടിൽ നിർബാധം തുടരുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
സർവ്വ മേഖലകളിലും ജനങ്ങളോടുള്ള മുഖംതിരിവ് ഈ നാട്ടിൽ പ്രകടമാണ്. അത് ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുമ്പോൾ ജനങ്ങൾ അത്രമേൽ വലിയ സ്വീകാര്യത നൽകുന്നത് എന്നാണ് എന്റെയും പ്രതീക്ഷ. അതുകൊണ്ട് ഇത്തവണ നാദാപുരം നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ നേരത്തെ സൂപ്പിക്ക സംസാരിച്ച പോലെ ഞങ്ങളൊരു പ്രകടന പത്രിക, ഇതും സമ്പൂർണ്ണമാണ് എന്നതല്ല, ഇതും ഇനിയും ചർച്ചകൾക്ക് വിധേയമാക്കി ജനങ്ങളുമായി സംവദിച്ച് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രകടന പത്രിക നിങ്ങളുടെ മുൻപാകെ വെക്കുകയാണ്. കായിക രംഗം നോക്കിയാൽ ടോം ജോസഫിനെ പോലെ ഇന്ത്യയെ അടയാളപ്പെടുത്തിയ അർജുന അവാർഡ് ജേതാവും ഇന്ത്യൻ വോളിബോളിന്റെ ക്യാപ്റ്റനുമായ ഒരു മനുഷ്യന്റെ നാടാണ് ഈ തൊട്ടിൽപ്പാലം. ഈ നാദാപുരത്തെ തൊട്ടിൽപ്പാലം അർജുന അവാർഡ് ജേതാവായിട്ടുള്ള ടോം ജോസഫ്, ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം കളിച്ച് വളർന്ന ഗ്രൗണ്ട് കാണുന്ന സാഹചര്യം ഉണ്ടായി. ഗ്രൗണ്ട് അല്ല, അതൊക്കെ വെറും എന്താ പറയുക, നമ്മളെ കണ്ടങ്ങൾ പോലെ കിടക്കുകയാണ്. ഒരു കായിക താരങ്ങളെ പരിപോഷിപ്പിക്കാൻ ഈ നാട്ടിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് മറുപടി. അവിടെയും പഞ്ചായത്തുകൾ മുൻകൈ എടുത്തപ്പോ നാദാപുരം പഞ്ചായത്തിന്റെ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ട് പോലും നമ്മളുടെ നാട്ടിലില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ പറയുന്നു, ഒരവസരം ഈ നാദാപുരത്തെ ജനങ്ങൾ തരുമ്പോൾ ഈ നാടിന്റെ വിദ്യാഭ്യാസ രംഗത്തെ, ആരോഗ്യ രംഗത്തെ, കാർഷിക രംഗത്തെ, അതേപോലെ തന്നെ വ്യാവസായിക രംഗത്തെ, കായിക രംഗത്തെ, ഇവിടുത്തെ പ്രവാസികളുടെ ക്ഷേമ പദ്ധതികളെ എല്ലാം ചേർത്ത് പിടിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ തിരികെ പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലും നാളെ ജനങ്ങൾ ഒരു അവസരം തരുമ്പോൾ ഇവിടുത്തെ ജനപ്രതി എന്ന രീതിയിലും അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. ആ വാക്ക് നാദാപുരത്തെ ജനങ്ങൾക്ക് നൽകുന്നു. ഒരു സ്ഥാനാർത്ഥിയായി കടന്നു വന്നതിന് ശേഷം പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ നൽകുന്ന പിന്തുണയ്ക്ക്, അതെല്ലാ സ്ഥാനാർത്ഥികൾക്കും നിങ്ങൾ പിന്തുണ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ എനിക്കും നൽകിയ പിന്തുണയ്ക്കും പ്രത്യേകം നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. MLA KS എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ MLA കേരള 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുൻപാകെ വെച്ചിരിക്കുന്നത്. ഒന്ന്, നിർധനരായിട്ടുള്ള ആളുകളുടെ ചികിത്സ, അതും അതേപോലെ പാർപ്പിട പദ്ധതി, തൊഴിൽ, വിദ്യാഭ്യാസം, പ്ലേസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. നിങ്ങൾക്കത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകും. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് 100% നടപ്പിലാക്കാൻ വേണ്ടി ഒരു ജനപ്രതിയാകാൻ ഈ നാടൊരു അവസരം തന്നാൽ 100% എഫേർട്ട് എടുത്ത് നടപ്പിലാക്കാൻ ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൂടി മാധ്യമങ്ങൾക്ക് മുൻപാകെ കൂടി പറയുകയാണ്.